ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ, സങ്കീർത്തന മാതിരിയുടെ 91 എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. 25 സങ്കീർത്തനം 4 വാക്യം വരെ അടിസ്ഥാനമാക്കി കഴിഞ്ഞ 4 എപ്പിസോഡുകളിൽ നമ്മൾ ദൈവവചനം പങ്കുവയ്ക്കുകയായിരുന്നല്ലോ. 90 എപ്പിസോഡുകളിലായി സങ്കീർത്തനങ്ങളുടെ വിവിധ ചിന്തകളും ആശയങ്ങളും ജീവിതാനുഭവങ്ങളും ദർശനങ്ങളുമൊക്കെ പങ്കുവയ്ക്കുവാൻ ദൈവം അവസരമൊരുക്കി. ഇത് പലർക്കും അനുഗ്രഹപ്രദമായി തീരുന്നതിൽ ഹൃദ്യമായ സന്തോഷമുണ്ട്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവകൃപയിൽ അധിഷ്ഠിതമായി സങ്കീർത്തനങ്ങൾ പഠിക്കുകയും ധ്യാനിക്കുകയും മനനം ചെയ്യുകയും ചെയ്യുന്നത് സർവർക്കും പ്രയോജനപ്രദമാണെന്നുള്ള ഉദ്ബോധനത്തോടെ 91 എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 25 സങ്കീർത്തനം 5 മുതലുള്ള വേദഭാഗങ്ങൾ ഞാൻ വായിക്കുകയാണ്. ദൈവമേ, നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. നീ എൻ്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ. ദിവസം മുഴുവൻ ഞാൻ നിനക്കായി കാത്തിരിക്കുന്നു. യഹോവേ, നിന്റെ കരുണയും ദയയും ഓർക്കണമേ. അവ പണ്ടേ ഉള്ളവയല്ലോ. എൻ്റെ യൗവനത്തിലെ പാപങ്ങളെയും എൻ്റെ ലംഘനങ്ങളെയും ഓർക്കരുതേ. യഹോവേ, നിന്റെ കൃപപ്രകാരം നിന്റെ ദയനിമിത്തം എന്നെ ഓർക്കണമേ. യഹോവ നല്ലവനും നേരുള്ളവനുമാകുന്നു. അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു. സൗമ്യതയുള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. 5 വാക്യത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്, ദൈവമേ, നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. നീ എൻ്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ. ദിവസം മുഴുവനും ഞാൻ നിനക്കായി കാത്തിരിക്കുന്നു. നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ എന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ ഒരു പുതിയ പാതയിലൂടെ സങ്കീർത്തനക്കാരൻ യാത്ര ചെയ്യുവാനുള്ള തയ്യാറെടുപ്പാണ്. നിന്റെ വഴികൾ എന്നെ അറിയിക്കണമേ, നിന്റെ പാതകൾ എനിക്ക് ഉപദേശിച്ചു തരണമേ എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും ഒരു നിർദ്ദേശം പോലെ, ഒരു അപേക്ഷ പോലെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ദൈവമേ, നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. സത്യമെന്നുള്ളത് ഒരു സത്തയാണ്. അതൊരു സനാതന ധർമ്മമാണ്. സത്യമെന്നുള്ളതിന് ദൈവം തന്നെക്കുറിച്ച് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തൊരു സംജ്ഞ കൂടിയാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. പീലാത്തോസ് കർത്താവിനോട് ചോദിച്ചത്, കർത്താവേ, സത്യമെന്നാൽ എന്താണ്? വാട്ട് ഈസ് ദ ട്രൂത്ത്? അതായത് സത്യം പാലിക്കുവാൻ തക്കവണ്ണം ഭരണത്തിലിരുന്ന ഒരു വ്യക്തി കർത്താവിനോട് അപഹസിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, സത്യം എന്താണ്? സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. സത്യത്തിന് സാക്ഷി നിൽക്കുവാൻ ഞാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം കർത്താവിൻ്റെ സത്യമെന്ന് പറയുന്നത് പഠിപ്പിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. അപ്പം സത്യം പഠിക്കണമെങ്കിൽ, പഠിപ്പിക്കണമെങ്കിൽ അതിനു മുൻപുള്ള ഒരു വലിയ ട്രെയിനിങ് ഉണ്ട്. അതാ സത്യത്തിൽ എന്നെ നടത്തണം. ആദ്യം പഠിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ആ സത്യത്തിൻ്റെ വഴിത്താരകൾ ഓരോന്നും പഠിക്കണം. ഐ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത് എന്ന മഹാത്മാഗാന്ധിയുടെ ഓട്ടോബയോഗ്രഫി നമ്മളൊക്കെ വായിക്കേണ്ടതാണ്. സത്യത്തിന് വേണ്ടി, സത്യം പറയാൻ വേണ്ടി അദ്ദേഹം അനുഷ്ഠിച്ച ത്യാഗങ്ങൾ, അതിനുവേണ്ടി കുടുംബത്തിലും സമൂഹത്തിലും അനുഭവിച്ച ഒറ്റപ്പെടലുകൾ, സത്യപാലനത്തിന് വേണ്ടി മറ്റുള്ളവർ അനുഷ്ഠിച്ചിട്ടുള്ള ത്യാഗങ്ങൾ, ഇതൊക്കെ ആ പുസ്തകത്തിലുണ്ട്. അതായത് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന മഹാത്മാഗാന്ധി ആ പുസ്തകത്തിന് പരിഭാഷ കൊടുത്തത്, പ്രത്യേകിച്ച് അതിൻ്റെ പേര് കൊടുത്തത്. അപ്പോൾ സത്യാന്വേഷണം എന്ന് പറയുന്നത് ഒരു പൂർണ്ണതയിലേക്ക് എത്തുകയല്ല. കാരണം ഒരുപാട് പഠിക്കാനുണ്ട്. ഒരു പരീക്ഷണങ്ങളാണ്.
ജീവിതത്തെ ഒരു പരീക്ഷണമാക്കി, അനുഭവങ്ങളെ ഒരു പരീക്ഷണമാക്കി അവിടെ മാറ്റുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹൃദയംഗമായി ചിന്തിക്കേണ്ട ഒരു ആത്മീക സത്യമുണ്ട്, ഹൃദയംഗമായൊരു സത്യമുണ്ട്. ദൈവത്തിൻ്റെ സത്യത്തിൽ എന്നെ നടത്തി പരിപാലിക്കുക. ദൈവത്തിൻ്റെ സത്യം എന്താണെന്ന് നമ്മൾക്കിനിയും തിരിച്ചറിഞ്ഞിട്ടില്ല. കർത്താവ് തന്നെക്കുറിച്ച് ആ സത്യമെന്ന് തന്നെ പറഞ്ഞേക്കുന്നത്. അതിനപ്പുറമായിട്ട് അതിനൊരു വ്യാഖ്യാനം കൊടുക്കാനില്ല. ദൈവം സത്യമാകുന്നു എന്ന് പറയുമ്പോൾ, ദൈവം വാതിലാകുന്നു, ദൈവം വഴിയാകുന്നു എന്ന് പറയുമ്പോൾ, അതിൻ്റെയൊക്കെ ഒരു ഏറ്റവും മുകളിലുള്ള ഒരു വ്യാഖ്യാനമാണ്, ഒരു ചിന്താധാരയാണ്, ഒരാഹ്വാനമാണ് അവിടെയൊക്കെ തെളിഞ്ഞു കാണുന്നത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതെന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ചില വ്യാഖ്യാനങ്ങൾ കിട്ടണമെന്നില്ല, ഭൗതികമായൊരു സത്ത കിട്ടണമെന്നില്ല. ഒരു മനുഷ്യനെ ചൂണ്ടിക്കാണിക്കാൻ തക്കവണ്ണം ഇല്ലാതെ വരും. ഇന്നതെന്താണ്? പീലാത്തോസ് പോലും ചോദിച്ചു പോയില്ലേ സത്യം എന്താണെന്ന്? കർത്താവ് പറഞ്ഞു മറ്റൊന്നും പറയാനില്ല, ഞാൻ സത്യമാണ് എന്ന് വെച്ചാൽ കർത്താവിൽ കള്ളത്തരത്തിൻ്റേതായ അനുഭവങ്ങളൊന്നുമില്ല. അപ്പം കള്ളത്തിൻ്റെ അംശങ്ങളൊന്നുമില്ലാത്ത യഥാർത്ഥ ഗുരുവായ, രക്ഷകനായ, സൃഷ്ടാവായ കർത്താവിനെ പിന്തുടരുന്നവന് ഒരു വലിയ അനുഭവം കിട്ടും. അപ്പം ലോകത്തെ വേണേ കളിപ്പിച്ചുകൊണ്ട്, അപഹസിച്ചുകൊണ്ട്, കളിയാക്കിക്കൊണ്ട് സത്യം പറയുന്നു, സത്യം ചെയ്യുന്നു എന്നൊക്കെ വേണേ പറയാം. കള്ളസത്യം ചെയ്യരുത്, കള്ളസാക്ഷ്യം പറയരുതെന്നുള്ളത് കർത്താവിൻ്റെ കൽപ്പനകളിലൊന്നാണ്, 10 കൽപ്പനകളിലൊന്നാണ്. അപ്പം സത്യമെന്ന് പറയുന്ന സനാതന സത്യം കർത്താവിൻ്റെ കൽപ്പനകളിൽ തന്നെ നിറഞ്ഞു നിൽക്കുമ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ആശയം നമ്മൾ ഉയർന്നു കാണിക്കണം. കർത്താവേ, നിൻ്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണം. കർത്താവിൻ്റെ സത്യത്തിൽ നടത്തി പഠിപ്പിക്കണമെന്ന് പറയുമ്പോൾ സത്യത്തിൻ്റെ പാതകളൊക്കെ ഇടുങ്ങിയതായിരിക്കും, പ്രതിസന്ധി ഒത്തിരി ഉള്ളതായിരിക്കും. സിമ്പിളായി ഓവർകം ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സംഗതികൾ കർത്താവിൻ്റെ സത്യത്തിലുണ്ട്. അപ്പോൾ സത്യത്തിൽ നടത്തണം. സത്യത്തിൽ നമ്മൾ നടക്കണമെന്നുണ്ടെങ്കിൽ, സത്യത്തിൽ ചരിക്കണമെന്നുണ്ടെങ്കിൽ സത്യത്തിലിരിക്കണം, സത്യത്തിൽ ചിന്തിക്കണം, സത്യമായതിനെ സാക്ഷിക്കണം. ഇതെല്ലാം ഇതിൻ്റെ ഭാഗങ്ങളാണ്. ആ സ്വർഗീയമായ അനുഭവത്തെ പിന്തുടരുവാൻ തക്കവണ്ണമുള്ള ഒരു ആഹ്വാനമാണ് സങ്കീർത്തനക്കാരനിവിടെ പഠിപ്പിക്കുന്നത്. സത്യത്തിൽ നടത്തി എന്നെ പഠിപ്പിക്കണം, സത്യത്തിൻ്റെ ആഴം എന്തെന്ന് പഠിപ്പിക്കണം, സത്യത്തിൽ എന്നെ നടത്തി പഠിപ്പിക്കണമെന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ സുവിശേഷം പഠിപ്പിക്കണം, കർത്താവിൻ്റെ ജീവിതചര്യകൾ പഠിപ്പിക്കണം, സത്യത്തെ പിന്തുടരുന്നവരെ യഥാർത്ഥമായി തിരിച്ചറിയാൻ തക്കവണ്ണം പഠിപ്പിക്കണം. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകത്തിൽ സത്യത്തിന് വിലയില്ല, ധർമ്മത്തിന് വിലയില്ല, ധാർമ്മികതയ്ക്ക് വിലയില്ല. സത്യത്തെ ചവിട്ടുകൊറ്റയിൽ എറിയപ്പെട്ടിരിക്കുകയാണ്. ചവിട്ടുകുട്ടയിൽ നിന്ന് സത്യത്തെ നമ്മൾ ഉദ്ധരിക്കണം. അതുകൊണ്ടാണ് ലോകത്തിൽ പലപ്പോഴും പറയുന്നത്, സത്യത്തെക്കുറിച്ചും കള്ളത്തെക്കുറിച്ചും പറയുന്നത്, സത്യം ചെരുപ്പിടുമ്പോഴത്തേക്ക് കള്ളം ഒരു റൗണ്ട് ചുറ്റി ലോകം സഞ്ചരിച്ചു വരുമെന്നാണ്. അപ്പം സത്യത്തിന് സ്പീഡ് കുറവാണ്. അതുകൊണ്ട് ലൈഫ് ഹാസ് സ്പീഡ് ബട്ട് ട്രൂത്ത് എൻഡ്യൂറൻസ് എന്ന് വെച്ചാൽ ട്രൂത്തിനൊരു എൻഡ്യൂറൻസ് ഉണ്ട്, ഒരു സ്ഥിരതയുണ്ട്, ഒരു ആഠ്യതയുണ്ട്. കള്ളത്തിന് പക്ഷേ ഇതില്ല. ലൈഫ് ഹാസ് സ്പീഡുണ്ട്, അതിവേഗത്തിൽ ഓടുന്നതാണ്, പരക്കുന്നതാണ് കള്ളമെന്ന് പറയുന്നത്. കർത്താവെ, നിൻ്റെ സത്യത്തിൽ എന്നെ നടത്തി പഠിപ്പിക്കണമെന്ന് പറയുമ്പോൾ സത്യമെന്ന് പറയുന്ന അനുഭവം ഹൃദയംഗമായി നമ്മൾ ഏറ്റെടുക്കണം. ഒരു ദിവസം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്ര കള്ളങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെയൊക്കെ അറിവ് വെച്ച് പറയുന്നത്, അറിവില്ലായ്മ കൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു പോകും. ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ സത്യം പറഞ്ഞാലും മറ്റുള്ളവർ പറയും നമ്മൾ കള്ളമാണ് പറഞ്ഞതെന്ന്. കള്ളം പറഞ്ഞാൽ പറയും അത് സത്യമാണ് പറഞ്ഞതെന്ന്. ചിലപ്പോൾ പല ഷെയർ മാർക്കറ്റുകളെക്കുറിച്ചും വിലയിരുത്തുന്നത്, പല കമ്പനികളെക്കുറിച്ചും വിലയിരുത്തുന്നത് അവർക്ക് വലിയ നഷ്ടമാണ്, പക്ഷേ ലാഭം പെരുപ്പിച്ച് കാണിക്കുന്നു. പല സിനിമകൾ ഇറങ്ങുന്നുണ്ട്. സിനിമയൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ കാണാറുണ്ട്, പല വ്യാഖ്യാനങ്ങൾ ഇപ്പം വരുന്നുണ്ട്. അതായത് കള്ളപ്പണമൊക്കെ വെളുപ്പിക്കാൻ തക്കവണ്ണം നഷ്ടത്തിൽ പോയ സിനിമകൾ ഭയങ്കര ലാഭമാണെന്ന് കാണിക്കുകയാണ്. 50 കോടി ക്ലബ്ബിൽ വന്നു, 100 കോടി ക്ലബ്ബിൽ വന്നു എന്ന് പറഞ്ഞൊക്കെ ആഘോഷിക്കുകയും ഇതിന് ഈ അടുത്തിടയ്ക്ക് ഇറങ്ങിയ ചില സിനിമകളെ പറ്റിയൊക്കെയുള്ള അതുമായിട്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് അന്വേഷണത്തിന് വേണ്ടി കാണിച്ചു കൊടുത്ത തെളിവുകൾ, അതായത് ഒന്നുമില്ലാതെ വെറുതെ വേക്കൻ്റായി കിടക്കുന്ന കസേരകൾ തിയേറ്ററുകളിലുണ്ട്, എന്നിട്ടും ലാഭമാണ്. എങ്ങനെ ലാഭമാകുന്നു? അപ്പോൾ അതിൻ്റെ പിന്നിൽ ചില കള്ളത്തരങ്ങളുണ്ട്. നിസ്സാര കാര്യം സാധിക്കുവാൻ വേണ്ടി കള്ളത്തരങ്ങൾ നമ്മൾ ഒത്തിരി പറയുന്നുണ്ട്.
ചിലപ്പോൾ ഒരു ചെറിയ വഴക്ക് കേൾക്കാതിരിക്കുവാനായിരിക്കും നമ്മൾ കള്ളം പറയുന്നത്. കൊച്ചു പിള്ളേരെ സംബന്ധിച്ചിടത്തോളം പരീക്ഷയ്ക്ക് കിട്ടുന്ന മാർക്കിനെ പറ്റി കള്ളം പറയും. പക്ഷേ കുഞ്ഞുങ്ങൾ കള്ളം പറഞ്ഞാലും പ്രോഗ്രസ് റിപ്പോർട്ട് കിട്ടുമ്പോൾ പേരൻസിന് കറക്റ്റായിട്ട് അറിയാൻ പറ്റും സത്യമാണോ കള്ളമാണോ എന്ന്. പ്രിയമുള്ളവരെ, നമ്മൾ ഒരു കള്ളം പറഞ്ഞാൽ അതെന്നാണെങ്കിലും അത് വെളിവാകും. ഇന്നല്ലേ നാളെ ആണേലും വെളിവാകും. നമുക്ക് ടെൻഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മളൊരു സത്യം പറഞ്ഞെന്ന് വെച്ചു, അതിൻ്റെ ടെൻഷൻ ഇന്ന് കുറച്ച് നാളത്തേക്ക് അനുഭവിച്ചാൽ മതി. പിന്നീട് നമുക്ക് എന്തുവാണേലും അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം ഇനി നാളെ ആരെങ്കിലും തുറന്നു പറയുമെന്നോ നമ്മളെ അപഹസിക്കുമെന്നോ ഒന്നും നാളത്തേക്ക് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഹൃദയംഗമായിട്ട് ഒരു കാര്യം നിങ്ങളും ഞാനും ചിന്തിക്കണം. സത്യം പറയാനുള്ളതാണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാനുള്ളതല്ല, ഒളിപ്പിച്ച് വയ്ക്കുവാനുള്ളതല്ല. സത്യം എന്ന് പറയുന്ന സത്യയ്ക്ക് ചൂട് ഭയങ്കരമാണ്. അത് തീക്കിണർ പോലെയാണ്. അതുകൊണ്ട് നടക്കുമ്പോൾ നമ്മളെ ദഹിപ്പിച്ചുകൊണ്ടിരിക്കും. കള്ളത്തരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് നമ്മളറിയാത്ത രീതിയിൽ നമ്മളെ നശിപ്പിക്കുന്ന ഒരു അനുഭവമാണ്. സത്യത്തിനും കള്ളത്തിനും അതിൻ്റേതായ വഴുത്താരകളുണ്ടെങ്കിൽ തന്നെയും ആ വഴുത്താരകൾ വ്യത്യസ്തമാണ്. ഞാൻ പറഞ്ഞല്ലോ, കള്ളത്തരത്തിന് സ്പീഡ് കൂടുതലാണെങ്കിലും സത്യത്തിന് സ്പീഡ് കുറവാണെങ്കിലും അതിനൊരു എൻഡ്യൂറൻസ് ഉണ്ട്, അതിനൊരു സ്ഥിരതയുണ്ട്, അതിനൊരു സനാതനത്വമുണ്ട്. ദൈവമെന്ന് പറയുന്ന സത്യത്തെ ഉയർത്തി കാണിക്കുവാനുള്ളതാണ്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, യഹോവേ എൻ്റെ ദൈവമേ, നിൻ്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. സത്യത്തിൽ നടത്തുകയും സത്യത്തിൽ പഠിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് പാഠഭാഗങ്ങൾ വേഗത്തിൽ പോകത്തില്ല. വിശദീകരിച്ച് പഠിപ്പിക്കുന്ന അധ്യാപകൻ്റെ പഠിപ്പിക്കൽ രീതി വളരെ പതുക്കെയായിരിക്കും, സ്പീഡിൽ പോകത്തില്ല. സിലബസൊക്കെ വളരെ കഷ്ടപ്പെട്ടാ തീരത്തുള്ളൂ. പക്ഷേ പഠിക്കുന്നത് അത്രയും അതിലൊരു സ്ഥിരതയുണ്ട്. ഇന്ന് നിങ്ങൾ ഞാനുമൊക്കെ ഇടപെടുന്ന പല മേഖലകളുണ്ട്. നിങ്ങൾ പല ജീവിത വഴുത്താരുകളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. ഈ വഴുത്താരുകളിലൊക്കെ ഇടപെടുമ്പോൾ സത്യമെന്ന് പറയുന്നതിനെ മറക്കരുത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, നീ ഒരു കച്ചവടക്കാരനാണ്, ഒരു ബിസിനസ്സുകാരനാണെന്ന് വിചാരിച്ചു. ചിലപ്പോൾ നിനക്ക് അല്പം ലാഭമൊക്കെ കൂടുതൽ കിട്ടും കള്ളത്തരം കാണിച്ചാൽ. ഭക്ഷണം വിതരണം ചെയ്യുന്നവനാണെങ്കിൽ, അല്ലെങ്കിൽ വലിയ വലിയ ബിസിനസ്സുകൾ നടത്തുന്നവനാണെങ്കിൽ കുറേ ലാഭം നിനക്ക് കൂടുതൽ കിട്ടും. കള്ളത്തരങ്ങൾ പറഞ്ഞ ആൾക്കാരെ വഞ്ചിക്കാൻ പറ്റും, കൂടെ നിൽക്കുന്നവരെ വഞ്ചിക്കാൻ പറ്റും. നമ്മൾ ഏത് ജീവിത വഴുത്താരയിലായിരുന്നാലും സത്യസന്ധമായി പ്രവർത്തിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഇന്നും നാളെയും അവനൊരു വിജയമുണ്ടായിരിക്കും, അവൻ്റെ തലമുറയ്ക്കൊരു വിജയമുണ്ടായിരിക്കും. അതേസമയം സത്യത്തിന് സ്ഥിരത കൊടുക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സ്ഥിരതയില്ല. തകഴി ശിവശങ്കരപ്പിള്ളയുടെ പ്രസിദ്ധമായൊരു കൃതിയിൽ ഒരു പ്രത്യേകമായ ആശയം ഉയർത്തി കാണിക്കുന്നുണ്ട്. ഒരു കയർ കച്ചവടക്കാരൻ്റെ മകന് ബംഗാളിക്ക് കയർ വിറ്റു, വലിയൊരു മുതലാളിക്ക് കയർ വിറ്റു. പിന്നീട് കുറേ നാളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ ബിസിനസ്സിൽ തകർച്ച വന്നു. അപ്പോഴത്തേക്ക് ആ ബിസിനസ്സുകാരനെ കാണാൻ തക്കവണ്ണം നാട്ടിലെ ബിസിനസ്സുകാരൻ്റെ മകൻ നിവൃത്തിയില്ലാതെ അവിടേക്ക് പോകുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ആ മനുഷ്യൻ ഇവനെ സഹായിക്കാൻ തയ്യാറായില്ല. കാരണം അവൻ്റെ പിതാവ് അവനെ വഞ്ചിച്ചതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് ആ മനുഷ്യൻ ദുഃഖിതനായാണ് കാര്യങ്ങൾ പറഞ്ഞത്. അങ്ങനെയുള്ള ഒരാളുടെ മകന് ജോലി കൊടുക്കുവാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അവൻ വെളിയിലോട്ടിറങ്ങി വരുമ്പോൾ അപ്പുറത്ത് കൂട്ടിയിട്ടേക്കുന്ന കയറുകൂന കണ്ട് അതിലൊരു കയറെടുത്ത് അവൻ അവിടെ കെട്ടിഞ്ഞാണ് മരിക്കാൻ തയ്യാറാകുന്നു. പക്ഷേ കെട്ടിഞ്ഞാണ് മരിക്കാൻ തയ്യാറായപ്പോൾ ആ കയറ് പൊട്ടി വീണ് അവൻ താഴെ വീഴുകയാണ്, മരണപ്പെടാൻ പറ്റുന്നില്ല. എന്നിട്ട് പറയുകയാണ്, എൻ്റെ പിതാവ് കൊടുത്ത കയറ് അത് കെട്ടിഞ്ഞാണ് മരിക്കുവാൻ തക്കവണ്ണമുള്ള ശക്തി പോലും ഒരു മനുഷ്യൻ തൂങ്ങുവാൻ പോലും ശക്തിയില്ലാത്ത സാധനം, അത്ര കൊള്ളരുതാത്തതായിരുന്നു. ചതിയുടെയും വഞ്ചനയുടെയും അനുഭവത്തിലൂടെ നിങ്ങളോ ഞാനോ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, സത്യം മറന്നു പോയിട്ടുണ്ടെങ്കിൽ തലമുറയ്ക്കാണെങ്കിലും അതിന് മറുപടി പറയേണ്ടി വരും. ഇന്ന് പലരും ഓർക്കാതെ പോകുന്നൊരു യാഥാർത്ഥ്യം ഇതാ. കർത്താവിനെ പിന്തുടരുന്നുവെന്ന് പറയും, ക്രിസ്തുവിലാണ് വിശ്വാസമെന്ന് പറയും, കീശയിലാണ് ആശ്വാസമെന്ന് പറയും. കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികൾ എത്ര ശ്രദ്ധേയമാണ്. കീശയിൽ ആശ്വാസം ഇട്ടുകൊണ്ട് ക്രിസ്തുവിനാകുന്ന സത്യത്തെ സാക്ഷിക്കാൻ പറ്റത്തില്ല. കർത്താവ് സത്യം പറഞ്ഞപ്പോൾ പോലും അവൻ കള്ളം പറഞ്ഞു എന്ന് ലോകം പറഞ്ഞു. ഞാൻ യഹൂദന്മാരുടെ രാജാവാണെന്ന് പറഞ്ഞപ്പോഴും, നിങ്ങൾ ഈ മന്ദിരം പൊളിക്ക് ഞാൻ 3 ദിവസം കൊണ്ട് പണിയുമെന്ന് പറഞ്ഞപ്പോഴും കർത്താവ് കള്ളം പറയുകയാണെന്നാണ് അവർ പറഞ്ഞത്. അവനെതിരെ കള്ളസാക്ഷ്യം പരത്തുവാനാണ് അവർ ശ്രമിച്ചത്. അതും
കള്ളത്തരത്തെ സത്യമായി പറഞ്ഞ് ഫലിപ്പിക്കുവാൻ അവർക്ക് സാധിക്കുമായിരുന്നു. ഇവൻ ദേവാലയം പൊളിച്ച് 3 ദിവസം കൊണ്ട് പണിയും. ഇവനതിന് സാധിക്കുമോ? 40-ലധികം വർഷങ്ങൾ കൊണ്ട് നമ്മുടെ പിതാക്കന്മാർ പണിഞ്ഞ ദേവാലയമാണ് ഇവിടെ ഉള്ളത്, യെരൂശലേം ദേവാലയം. അത് പണിയും. കർത്താവ് പറഞ്ഞ തലം എന്താണ്? ഇന്ന് പലപ്പോഴും നമ്മൾ ഓർത്തോണം, അർദ്ധസത്യങ്ങളുടെയും ഭാഗിക സത്യങ്ങളുടെയും കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സത്യത്തെ കള്ളമായി വ്യാഖ്യാനിക്കാൻ ഇന്ന് വളരെ എളുപ്പമാണ്. നമ്മളുടെ കണ്ണിന് മുൻപിൽ കാണുന്ന ഒരു കാഴ്ച പോലും നമുക്ക് ശരിയായി വിലയിരുത്താൻ പറ്റത്തില്ല. അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാനൊരു സാഹിത്യ സൃഷ്ടി വായിച്ചത് ഇപ്രകാരമാണ്. ഒരു ഭാവനാത്മകമായ ചിന്തയാണ്. ഒരു മനുഷ്യൻ ഒരു മോർച്ചറിയുടെ അടുത്തിരിക്കുന്നു. അവനവിടെ ദുഃഖിതനായിരിക്കുകയാണ്. ആദ്യം ഒരു മനുഷ്യൻ കടന്നു വന്ന് അവൻ്റെ തോളത്ത് തട്ടി അവനോട് പറഞ്ഞു, അയ്യോ, എന്ത് ചെയ്യാനാ, അങ്ങയുടെ ഭാര്യ മരിച്ചുപോയോ? ഒന്നും ചോദിക്കാതെ തന്നെ പറയുക, അങ്ങയുടെ ഭാര്യ മരിച്ചുപോയോ? ആട്ട് ദൈവത്തിൻ്റെ ഹിതം നടക്കട്ടെ, ഞാൻ അങ്ങേക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രണ്ടാമത്തവൻ കടന്നു വന്നു, അവൻ്റെ തോളത്ത് തട്ടി അവൻ കുനിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, അങ്ങയുടെ മകൻ മരിച്ചുപോയോ? വിഷമിക്കേണ്ട, ഇതൊക്കെ സ്വാഭാവികമാണ്, ഒത്തിരി പേര് മരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെയുള്ളവരുടെ കഥകളും കാര്യങ്ങളും പറഞ്ഞിട്ട് വീണ്ടും പോയി. അല്പം കഴിഞ്ഞ് മൂന്നാമതൊരുവൻ കടന്നു വന്നു, അവൻ്റെ തോളത്ത് തട്ടിയിട്ട് അവനെ പതുക്കെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അവനോട് ചോദിച്ചു, സഹോദരാ, നീ എന്തിനാണ് വിഷമിച്ചിരിക്കുന്നത്? അപ്പോൾ അവൻ പറഞ്ഞു, എന്ത് ചെയ്യാം, ഞാൻ ഇട്ടുകൊണ്ട് വന്ന ചെരുപ്പ് ഇവിടെ ഒരു മൃതശരീരം വയ്ക്കുവാൻ തക്കവണ്ണം ഒരാളുടെ കൂടെ വന്നതാണ്. പക്ഷേ എൻ്റെ ചെരുപ്പ് പൊട്ടിപ്പോയി. അപ്പോൾ ആ ചെരുപ്പ് പൊട്ടിപ്പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ചെരുപ്പിൽ ആണിരോഗമുള്ളതുകൊണ്ട് ചെരുപ്പില്ല, നടക്കാൻ പറ്റത്തില്ല. അപ്പോൾ വേറൊരു ചെരുപ്പ് വാങ്ങാൻ തക്കവണ്ണം എൻ്റെ സ്നേഹിതൻ പോയേക്കുവാണ്, ഇപ്പോൾ വരും. ഞാനതുകൊണ്ട് ഇവിടെ ഇരുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആണിരോഗം ബാധിച്ചവന് കാലുകുത്തി നടക്കാൻ വയ്യ. ചെരുപ്പ് പൊട്ടിപ്പോയതുകൊണ്ട് അവിടെ അല്പസമയം ഇരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഭാര്യ മരിച്ചു, മോൻ മരിച്ചു, മറ്റു ബന്ധുക്കൾ മരിച്ചു. വ്യാഖ്യാനങ്ങൾ കൊടുക്കാൻ ഒത്തിരിയുണ്ട്. ഒരു പക്ഷേ നമ്മളുടെ നോട്ടത്തിൽ, ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ അങ്ങനെയായിരിക്കാം. കടൽ തീരത്തൂടെ ഒരു ചെരുപ്പ് മാത്രം വഹിച്ചുകൊണ്ട് പോകുന്ന ഒരു മനുഷ്യനെ കണ്ട് ദൂരെ നിന്ന് മറ്റുള്ളവർ പറഞ്ഞു, അവനൊരു ചെരുപ്പുമായിട്ട് വരുന്നു, അവൻ്റെ ഒരു ചെരുപ്പ് നഷ്ടപ്പെട്ട് കാണും. യഥാർത്ഥത്തിൽ അതല്ലായിരുന്നു. അവന് 2 ചെരുപ്പും ഉണ്ടായിരുന്നു. അവിടെ കിടക്കുന്ന ഒരു പുത്തൻ ചെരുപ്പ് കണ്ട് ആ മനുഷ്യൻ, നല്ല മനുഷ്യൻ, എടുത്തുകൊണ്ട് വന്നതാണ്. ഒരുപക്ഷെ ഇത് ആരുടെയെങ്കിലും നഷ്ടപ്പെട്ടതായിരിക്കാം. ആ ഒരു വിചാരത്തോട് എടുത്തുകൊണ്ട് വന്ന മനുഷ്യനെ നോക്കി ദൂരെയുള്ളവർ പറഞ്ഞു, അവൻ്റെ ഒരു ചെരുപ്പ് പോയോ മറ്റെവിടെയോ ആയിരിക്കാം. എന്നാൽ അവൻ 2 ചെരുപ്പും ഉണ്ടായിരുന്നു. ഇന്നത്തെ ലോകത്തിൻ്റെ വിലയിരുത്തലുകൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ രീതിയിലാണ്. ശരിയായ പൂർണ്ണമായ അനുഭവങ്ങൾ അറിയത്തില്ല, ചിന്താധാരകൾ അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ സത്യമെന്ന് പറയുന്നതെല്ലാം സത്യമാകണമെന്നില്ല, നമ്മൾ കള്ളമെന്ന് കാണുന്നതെല്ലാം കള്ളങ്ങളുമാകണമെന്നില്ല. അതുകൊണ്ടാണ് ദൈവസന്നിധിയിലേക്ക് ദൃഷ്ടികൾ ഉയർത്തി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം, കണ്ണു തുറക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരെന്തൊക്കെ പറഞ്ഞാലും, തെറ്റിദ്ധാരണകൾ ഉയർന്നാലും, അതുകൊണ്ടാണ് പറഞ്ഞെ, പണ്ട് തൊട്ട് പിതാക്കന്മാർ പ്രാർത്ഥിക്കും, ദൈവമേ, സത്യങ്ങളെ വെളിപ്പെടുത്തുന്നവനാണ് നീ, ആരെക്കുറിച്ചും തെറ്റിദ്ധരിക്കണ്ട. സുറിയാനി പിതാക്കന്മാരുടെ ആരാധനാക്രമത്തിൽ പറയുന്നുണ്ട്, പാടുന്ന പാട്ട്, വെളിവു നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നു, വെളിവിയടിയാരഖില ധാരമഥാം വെളിവും നീ, കാന്ത്യാ ഞങ്ങളെ നീ താഥൻ കതിരെ ശോഭിപ്പിക്കെന്നും. അല്ലയോ വെളിവുള്ള തമ്പുരാനെ, നിൻ്റെ വെളിവാലാണ് ഞങ്ങൾ കാണുന്നത്. വെളിവിൻ്റെ തട്ടിൽ അധിവസിക്കുന്ന തമ്പുരാൻ്റെ കരുണ നമ്മളും കാണുവാനിടയാകണം. തമ്പുരാൻ്റെ കണ്ണിലൂടെ, തമ്പുരാൻ്റെ കേൾവിയിലൂടെ, തമ്പുരാൻ്റെ ആശയത്തിലൂടെ ജീവിക്കുമ്പോൾ ജീവിതത്തിനൊരു വലിയ ദർശനമുണ്ടാകും. ആ ദർശനാത്മകതയാണ് എന്നെ നിങ്ങളെയും വ്യതിരിക്തരാക്കുന്നതെന്ന് പ്രത്യേകിച്ച് ഓർത്തോണം. വീണ്ടും ഓർത്തോണം, ദൈവമേ, നിൻ്റെ സത്യത്തിൽ എന്നെ നടത്തി പഠിപ്പിക്കണമേ എന്ന് പറയുമ്പോൾ, സത്യത്തിൻ്റെ പാഠങ്ങൾ പഠിപ്പിക്കുക എന്ന് പറയുന്നത് അത് നിസ്സാരമല്ല. കൂട്ടരൊത്ത് കളിയാടിടുമ്പോഴും തെല്ലുമേ കളവുര ചെയ്യുന്നവൻ സ്തുത്യനായി വരികില്ല നിശ്ചയമെന്ന് പന്തളം കേരളവർമ്മ പാടി. ഈ സത്യം ചെറുപ്പം തൊട്ട് തന്നെ എല്ലാവരും പറയും, സത്യം പറയണം, നല്ല വാക്ക് ഓതുവാൻ ത്രാണി ഉണ്ടാകണം, സത്യം പറയുന്നവർ കൂട്ടുകാരാകണം. നമ്മൾ കൊച്ചിലേ തൊട്ട് പാടിയ പാട്ടാണ്,
ദൈവമേ കൈ തൊഴാം കേൾക്കുമാറാകണം, പാപമാമെന്നെ നീ കാക്കുമാറാകണം, എന്നുള്ളിൽ ഭക്തിയുണ്ടാകുമാറാകണം, നിന്നെ ഞാൻ എന്നുമേ കാണുമാറാകണം, നേർവഴിക്കെന്നെ നീ കൊണ്ടുപോയിടണം, നേർവരും സങ്കടം ഭസ്മമാക്കിയിടണം. സത്യോക്തികൾ ചൊല്ലിക്കൊണ്ട് മുൻപോട്ട് പോകാൻ തക്കവണ്ണം ഗുരുവര്യന്മാർ പ്രേരിപ്പിച്ചു. കൊച്ചിലെ ഏറ്റവും കൂടുതൽ നമുക്ക് അടി കിട്ടിയിട്ടുള്ളത് അനുസരണക്കേട് കാണിച്ചതിന് മാത്രമല്ല, കള്ളം പറഞ്ഞിട്ടുള്ളതിന്. സത്യം പഠിപ്പിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റത്തില്ല, സത്യം പറയുവാൻ എല്ലാവരെ കൊണ്ടും പറ്റത്തില്ല. ഇന്ന് കള്ളസാക്ഷ്യം പറയുന്നവർ എത്ര പേരുണ്ട്, നിരപരാധികളെ ക്രൂശിക്കുന്നവർ എത്ര പേരുണ്ട്, എത്ര നീതിമാന്മാർ ഈ ലോകത്തിൻ്റെ കള്ളത്തരങ്ങൾ ഏറ്റുവാങ്ങി കരാളഹസ്തങ്ങളാകുന്ന അമ്പുകൾ ഏറ്റുവാങ്ങി വീണുപോയിട്ടുണ്ട്. നീതിമാന്മാരെ കൊന്ന് നീതിമാന്മാർക്ക് മണിമന്ദിരങ്ങളും ഗോപുരങ്ങളും പണിയുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കർത്താവ് തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ, നിങ്ങളുടെ പൂർവികർ അവരെ കൊന്നു, നിങ്ങൾ അവരുടെ കല്ലറകളെ വിശാലമാക്കുന്നു. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ അദ്ദേഹം പറയുന്നത്, എനിക്കൊരു സ്വപ്നമുണ്ട്, അസാമാന്യമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന, അസാധാരണമായ ചിന്താധാരകൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ പ്രസംഗമാണ്. ലോകത്തിൻ്റെ ചിന്താധാരകളെ മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു പ്രഭാഷണമല്ലാതെ അടിച്ചമർത്തപ്പെട്ടവരുടെ വികാരങ്ങളെ ഉയർത്തിക്കാണിക്കുന്ന സത്യത്തിന് വേണ്ടിയുള്ള ഒരു സാക്ഷ്യമാണ്. നെൽസൺ മണ്ടേലയും മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറും മഹാത്മാഗാന്ധിയുമൊക്കെ ഭൗതികമായി പിന്തുടർന്നത് ആ ഒരു പാതയാണ്. കർത്താവിൻ്റെ ഗിരിപ്രഭാഷണങ്ങളിലെ ആശയങ്ങളൊക്കെ ഇവരെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്. ലോകത്തിൽ ഒത്തിരി ഓടി ഒത്തിരി വാരിയെടുക്കുന്നതിനേക്കാളും സത്യത്തിൻ്റെ അനുഭവം നിലനിൽക്കുന്ന സത്യമാണ്, അനുഗ്രഹമാണ്. പ്രിയമുള്ളവരെ, പണം കുറവാണെങ്കിലും കുഴപ്പമില്ല, ബന്ധുബലം കുറവാണെങ്കിലും കുഴപ്പമില്ല, ലോകം നൽകുന്ന സൽപ്പേര് കുറവാണെങ്കിലും കുഴപ്പമില്ല, ചെയ്യുന്ന സത്തയൊക്കെ സത്യമുള്ളതാകണം. അതുകൊണ്ടാണ് നമ്മുടെ പഴയകാലത്ത് നമ്മളുടെ പ്രമാണിമാർ രാജാക്കന്മാരെയും ആത്മീക മേലധ്യക്ഷന്മാരെയും ഒക്കെ ആനയിക്കുമ്പോൾ ഹംസരഥത്തിൽ ആനയിച്ചുകൊണ്ട് പോകും. ഹംസരഥത്തിൽ ആനയിച്ചുകൊണ്ട് പോകുന്നതിന് ഒരർത്ഥമുണ്ട്. ഹംസം ഒരു ഇമാജിനറി ബേഡ, അതിനൊരു പ്രത്യേക കഴിവുണ്ടെന്ന് മാമുനിമാർ വിശ്വസിച്ചിരുന്നു. ആ വിശ്വാസം മറ്റൊന്നുമല്ല, ഹംസത്തിൻ്റെ മുൻപിൽ വെള്ളവും പാലും ചേർത്ത മിശ്രിതം വെച്ചാൽ വെള്ളം വലിച്ചു കളഞ്ഞ് പാല് മാത്രം അത് വലിച്ചു കുടിക്കുമെന്ന, വെള്ളം ശേഷിപ്പിക്കും, എന്നിട്ട് പാല് മാത്രം കുടിക്കും. അതെങ്ങനെ കുടിക്കുമെന്ന് അറിഞ്ഞുകൂടാ. അന്നത്തെ വിശ്വാസം അതായിരുന്നു, മാമുനിമാരുടെ വിശ്വാസം അതാ. അങ്ങനെ കഴിവുള്ള ഒരു പറവയാണ്, ഒരു പക്ഷിയാണ് ഹംസം. ആയതുപോലെ ഭരണാധികാരികളും ആത്മീക മേലധ്യക്ഷന്മാരുമൊക്കെ സത്യവും അസത്യവും ഇടകലർന്ന് നിൽക്കുന്ന ഈ ലോകത്തിൽ നിന്ന് സത്യത്തെ തിരിച്ചറിഞ്ഞ് സ്വീകരിക്കുവാനും കള്ളത്തെ മാറ്റി നിർത്തുവാനും തക്കവണ്ണം കഴിവുള്ളവരാകണം. ആ കഴിവ് ഘട്ടം ഘട്ടമായി നമ്മൾ പ്രാപിക്കണം. ഇന്ന് നമ്മളുടെ തലമുറകൾ എന്തുകൊണ്ടാണ് കള്ളത്തരങ്ങൾ പറയുന്നത്? കർത്താവിൻ്റെ സത്യത്തിൽ പിന്തുടരാത്തത് എന്തുകൊണ്ടാണ്? മാതാപിതാക്കളെ കണ്ടാ പഠിക്കുന്നത്, മുതിർന്നവരെ കണ്ടാ പഠിപ്പിക്കുന്നത്. ഉണ്ടെങ്കിലും ഇല്ലെന്ന് പറയുക, ഇല്ലെങ്കിൽ ഉണ്ടെന്ന് പറയുക, അങ്ങനെ പറയാൻ കുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കുക. നമ്മളൊരു ചെറിയ കള്ളം പറയാൻ കുഞ്ഞുങ്ങളെ പ്രേരിപ്പിച്ചാൽ, പ്രിയമുള്ളവരെ ഓർത്തോണം, നാളെ എന്ന് പറയുന്ന ഒരു ദിവസമുണ്ടെങ്കിൽ അതൊരു വലിയ എതിർപ്പായി നമ്മളെ അതിജീവിച്ചിരിക്കും. നമ്മൾക്ക് ഒരു വലിയ വെല്ലുവിളിയാണ്. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നതും ദൈവത്തെ വിളിക്കുന്നതുമൊക്കെ അവർ കാണുന്നുണ്ട്. അപ്പോൾ കള്ളം പറയാൻ നമുക്ക് മടിയില്ലെങ്കിൽ നമ്മുടെ തലമുറയ്ക്കും മടിയില്ല എന്നുള്ള കാര്യം ഓർത്തോണം. നീ എൻ്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ, ദിവസം മുഴുവൻ ഞാൻ നിനക്കായി കാത്തിരിക്കുന്നു. നീ എൻ്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ, സത്യത്തിൽ എന്നെ നടത്തി പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞ സങ്കീർത്തനക്കാരൻ നീ എൻ്റെ രക്ഷയുടെ ദൈവമാകുന്നുവെന്നതിൻ്റെ കാരണം പറയുകയാണ്. കാരണം രക്ഷയെന്ന് പറയുന്ന അനുഭവം, വീണ്ടെടുപ്പെന്ന് പറയുന്ന ഒരു അനുഭവം ദൈവത്തിൻ്റെ സത്യത്തിലൂടെ കരഗതമാക്കേണ്ടതാണ്. കള്ളത്തരങ്ങളും കള്ളസാക്ഷ്യങ്ങളും പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കുന്നതല്ല സത്യത്തിൻ്റെ സാക്ഷ്യമെന്ന് പറയുന്നത്. രക്ഷയുടെ സന്ദേശമല്ല. കള്ളത്തരങ്ങൾ പറഞ്ഞ് വിടുതൽ കിട്ടിയെന്നും കള്ളത്തരങ്ങൾ പറഞ്ഞ് ആക്രോശിക്കുന്നതുമൊക്കെ നാളെ മറുപടി പറയേണ്ട കുറ്റങ്ങളാണ്. നമ്മൾ ആരുടെ മുമ്പിലാണ് പ്രിയമുള്ളവരെ നാണിക്കുന്നത്?
ഞാനൊരു ദൈവഭക്തനാണെന്ന് നടിച്ചുകൊണ്ട്, അത്ഭുതങ്ങൾ ചെയ്യുന്നുവെന്ന് നടിച്ചുകൊണ്ട്, എനിക്ക് എന്തൊക്കെയോ അറിയാവുന്നു നടിച്ചുകൊണ്ട് ദൈവജനത്തെ വഞ്ചിച്ചതുകൊണ്ട് ഞാൻ സത്യവാനാകത്തില്ല. അതൊക്കെ അപഹസിക്കപ്പെടുത്തതേ ഉള്ളൂ. സ്കേവ എന്ന പുരോഹിതൻ്റെ 7 മക്കൾ അവർ പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് പോയി. അവസാനം ദുരാത്മാവ് അവരുടെ മേൽ ചാടി വീണ് അവരെ ഉപദ്രവിക്കുകയാണ് ചെയ്തത്. ഈ ഒരു വിചിന്തനം നമ്മൾക്കൊരു ഭയമാകണം. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ രക്ഷയുടെ ദൈവമാണ്. അവന് വേണ്ടി കാത്തിരിക്കുവാനും പ്രവർത്തിക്കുവാനും എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. വീണ്ടും വാക്കുകളെ ഉപസംഹരിക്കട്ടെ. ദൈവമേ, നിൻ്റെ സത്യത്തിൽ എന്നെ നടത്തി പരിപാലിക്കണമേ. നമ്മൾ ദൈവത്തിൻ്റെ സത്യത്തിലായിരിക്കുക എന്ന് വെച്ചാൽ ഒരു വലിയ കവചമുണ്ട്, വിശുദ്ധിയുടെ ആഭരണമുണ്ട്, സംരക്ഷണമുണ്ട്. അതുപോലെ ദൈവത്തിൻ്റെ സത്യം പോലെ ഒരു പാഠപുസ്തകമില്ല, അതുപോലെ പഠിക്കേണ്ട സംഗതിയില്ല. ദൈവത്തിൻ്റെ സത്യത്തിൽ നമ്മളെ നടത്തി ദൈവം അത് പഠിപ്പിക്കുമ്പോൾ മുൻപോട്ടുള്ള പ്രയാണത്തിൽ കൊച്ചു കൊച്ചു പ്രതിസന്ധി വന്നാലൊന്നും നമ്മൾ വീണുപോകത്തില്ല. ദൈവത്തെ നമ്മൾ ഒറ്റിക്കൊടുക്കത്തില്ല. ഒരു കൊച്ചു കള്ളത്തരം പറഞ്ഞാൽ ഓർത്തോണം, എൻ്റെ കർത്താവിനെ മരിപ്പിക്കുകയാണ്, എൻ്റെ കർത്താവിൻ്റെ സാക്ഷ്യത്തെ മുടിക്കുകയാണ്. ഒരു സത്യം പറഞ്ഞാൽ, ഒരു നിസ്സാരമായ സത്യം പറഞ്ഞാൽ പോലും എൻ്റെ കർത്താവിൻ്റെ വലിയ സത്യം ഉയർത്തിപ്പിടിക്കുകയാണ്. 25-ാം സങ്കീർത്തനം 5-ാം വാക്യം ഈ സത്തകളെ പ്രോജ്വലിപ്പിക്കുവാനും പഠിപ്പിക്കുവാനും സത്യത്തെ ഉദ്ഘോഷിക്കുവാനും നമ്മെ പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.